തിരികെ സ്വാഗതം. മൂന്നാറിൽ പടയപ്പയുടെ പരാക്രമത്തിന് ഒരു കുറവുമില്ല. കാട്ടുകൊമ്പൻ പടയപ്പത കൊരണ്ടിക്കാടുള്ള ആനസവാരി കേന്ദ്രത്തിൽ എത്തിയിരിക്കുകയാണ്. നാട്ടാനകൾക്കിടയിൽ കാട്ടാന പടയപ്പ നിലയുറപ്പിച്ചിരിക്കുന്നു. അതേസമയം നിയമവിരുദ്ധമായിട്ടാണ് പടയപ്പ എത്തിയ ഈ ആനസവാരി കേന്ദ്രം പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയുണ്ട്. ജെയിനസ് രാജു, ജെയിൻ പറയൂ. അക്ഷയ, കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ പടയപ്പ ഈ മൂന്നാറിന് സമീപം കൊരണ്ടിക്കാട് പ്രവർത്തിക്കുന്ന ഈ ആനസവാരി കേന്ദ്രത്തിൽ എത്തിയത്. ഇതിന്റെ അകത്തേക്ക് പ്രവേശിച്ച ഈ കാട്ടാന ഈ ആനകൾക്കിടയിൽ കയറി നിൽക്കുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതായത് അവിടെ നാട്ടാനകൾ നിരന്നു നിൽക്കുന്നുണ്ട്. അതിന്റെ ഇടയിലാണ് ഈ പടയപ്പ നിന്നിരുന്നത്. പടയപ്പ നമുക്കറിയാം കഴിഞ്ഞ 2 മാസ കാലയളവിലായിട്ട് അത് മതപ്പാടിലാണ്. സ്വാഭാവികമായും പിടിയാനകളുള്ള ഒരു സ്ഥലത്തേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. എങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു കൂട്ടത്തിനൊപ്പമാണ് ആന നടന്നിരുന്നത്. പക്ഷേ ഇന്നലെയാണ് ഈ കൊരണ്ടിക്കാടിലുള്ള ഈ ആനസവാരി കേന്ദ്രത്തിലേക്ക് എത്തുകയും അവിടെ ഈ നാട്ടാനകൾക്കൊപ്പം കാട്ടാന കയറി നിൽക്കും. ഇല്ല, വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. പക്ഷേ ഈ ആനസവാരി കേന്ദ്രങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്ന നിയമവിരുദ്ധമായിട്ടാണ്. നിലവിലെ നിയമം അനുസരിച്ച് ഓരോ ആനസവാരി കേന്ദ്രങ്ങൾക്കും ഇടുക്കിയിൽ പ്രവർത്തിക്കാൻ അനുമതിയില്ല. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു ആനപ്പാപ്പാൻ ഈ ആനസവാരി കേന്ദ്രത്തിൽ ഈ നാട്ടാനയുടെ ചവിട്ടേറ്റ് മരണപ്പെട്ടിരുന്നു. അതിനുശേഷം ചില നിയന്ത്രണങ്ങൾ വരികയും ഇത് അടച്ചുപൂട്ടുകയും ചെയ്തതാണ്. പിന്നീട് വീണ്ടും ഇത് സാവധാനത്തിൽ തുറക്കുകയാണ് ഉണ്ടായത്. ആനസവാരി കേന്ദ്രങ്ങൾ നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പടയപ്പ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. പടയപ്പ അവിടെ എത്തിയതുകൊണ്ട് ഈ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആനസവാരി കേന്ദ്രത്തിനെതിരെ പെട്ടെന്നൊരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.